ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാൻ. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആദിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആദിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മളെ കരയിപ്പിക്കുന്നതാണ് ആരുടെ പദ്ധതി? ദുഷ്ടൻ്റെ പദ്ധതി. എപ്പോഴും കരഞ്ഞ് സങ്കടത്തോടെ നടക്കണം. എപ്പോഴും കരഞ്ഞ് കരഞ്ഞ് അത് ചിന്തിച്ച് ആ ചിന്ത തീരുന്നതിന് മുമ്പ് അടുത്തൊരു ടെൻഷൻ വരും, അടുത്തൊരു വിഷയം വരും. ഇങ്ങനെ ജീവിതത്തിൻ്റെ അവസാനം വരെ കരഞ്ഞ് 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 കണ്ണീര് കുടിപ്പിക്കാനാണ് ആർക്കിഷ്ടം? ശത്രുവിന് ഇഷ്ടം. എന്നാൽ ദൈവത്തിന് ഇഷ്ടമല്ല. കർത്താവ് മക്കളെ, ഈ തീക്കകത്ത് ഞാനുണ്ട്. ഈ പ്രശ്നം നിന്നെ കൊണ്ട് കൈകാര്യം കഴിയത്തില്ല. അത് എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ കൈകാര്യം ചെയ്യും. നീ ചിരിച്ച് ആനന്ദത്തോടാണ്. ബാക്കി കാര്യം ഞാൻ ഏറ്റെടുത്ത് അതിന് മറുപടി എന്ത് ചെയ്യും? തരും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ആ പ്രാർത്ഥന വിഷയത്തെ ദൈവം ഏറ്റെടുത്ത് നമുക്ക് ദൈവം മറുപടി തരും. നമ്മൾ കരഞ്ഞ് 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 ആദ്യ കയറ്റി ടെൻഷനായി നമ്മുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളുമായി മുറിക്കകത്ത് കയറി വാതിൽ പൂട്ടി മുട്ടുമടക്കി ആ വിഷയത്തെ ദൈവത്തിന് കൊടുക്കണം. കൊടുത്തിട്ട് പറയണം, കർത്താവേ, കരുതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവീൻ. വായിച്ചേ, ഏത് വാക്യം?
പത്രോസ് അപ്പോസ്തലന്റെ ലേഖനം 5-ാം 1 പത്രോസ് 5:7, 8, 9 വായിച്ചേ. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയം നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴെ താണിരിപ്പീൻ. ഉറപ്പായിട്ട് താണിരുന്നാൽ, ഞാൻ പറയാം, താണിരുന്നാൽ ഞാൻ പറയും ഇന്നത്തെ ഇതെല്ലാം പോവും. ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഉറപ്പായിട്ട് ആ വേദന എല്ലാം ആരിൽ കൊടുക്കണം? ദൈവത്തിലങ്ങ് കൊടുക്കണം. കർത്താവ് ഇന്ന വിഷയങ്ങളുണ്ട്, എനിക്ക് വയ്യ, ഇത് ചുമക്കാൻ എനിക്ക് വയ്യ. ഞാനിത് ആലോചിച്ച് ചിന്തിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരിടത്തും പോകാൻ പറ്റുന്നില്ല, രാത്രി കിടക്കാൻ പറ്റുന്നില്ല, പകൽ സ്വസ്ഥതയില്ല. ഏത് സമയം നോക്കിയാലും ഒരു തീ ആളി നെഞ്ചിനകത്ത് കത്തും പോലെ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പം പലതിനെയും ചൊല്ലിയുള്ള വിചാരം എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഇന്ന് എൻ്റെ വേദന ഇതാ അങ്ങയുടെ പാദത്തിൽ ഇട്ടു തരുന്നു. കണ്ടോ, ആ ഭാഗത്ത് ഒന്നുകൂടെ വായിച്ചേ, 6-ാം വാക്യം. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. നമ്മുടെ ദൈവത്തിന്റെ കൈ ബലമുള്ളതാണ്. ആ കൈയുടെ കീഴിൽ എന്ത് ചെയ്യണം? താണങ്ങിരുന്ന് കൊടുക്കണം. അടുത്ത വരി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. അടുത്ത് നിങ്ങളുടെ സകല ചിന്താകുലവും. അതുകൊണ്ട് കരുതുന്ന ദൈവം ആകുന്നത് കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എപ്പോഴും കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പുലമ്പി കരഞ്ഞ് തകർന്ന് കഴിയുമ്പോൾ എൻ്റെ യേശു വേദനിക്കുകയാണ്, യേശു സങ്കടപ്പെടുകയാണ്. യേശു പറയണം, മക്കളെ, നിന്നെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, നീ എനിക്ക് താ. സ്വത്രം കർത്താവിൻ്റെ കരുത്തിൽ കൊടുക്കുമ്പോൾ കർത്താവ് അത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴല്ല ദൈവം കൈകാര്യം ചെയ്യുന്നത്. ദൈവം കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ദൈവം അത് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആ വിഷയത്തെ ദൈവത്തിനും കൊടുക്കണം. കർത്താവ്, എൻ്റെ ഇന്ന വിഷയത്തോടെയാണ് ഞാൻ ഈ ആലയത്തിനകത്തിരിക്കുന്നത്. അപ്പച്ച, ഓരോ ദിവസവും രാവും പകലും എരിതീയിൽ എണ്ണ ഒഴിക്കും പോലെ തീക്കകത്ത് ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലൂടെ ഒരു സമാധാനം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒന്നിലൂടെ എനിക്കൊരു സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നില്ല. യേശുവേ, ഇന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുന്നു. എനിക്ക് സ്വസ്ഥത വേണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം. ഇന്നത്തെ പോലൊരു ദിവസം എൻ്റെ സമാധാനത്തിനുള്ള ശിക്ഷ ആരുടെ മേലായി? ഇന്നത്തെ പോലൊരു ദിവസം എൻ്റെ സമാധാനത്തിനുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. അവിടെ തടിപ്പിണരാൾ നമുക്ക് ഏവർക്കും എന്ത് വന്നു? സൗഖ്യം വന്നു. ഇതുപോലൊരു ദിവസം എൻ്റെയും നിങ്ങളുടെയും സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ ആരുടെ മേലായി? യേശുവിൻ്റെ മേലായി. നമ്മൾ അസ്വസ്ഥതപ്പെട്ടിട്ട് നടക്കേണ്ടവരല്ല, നമുക്ക് സമാധാനം തരാൻ യേശുവെല്ലാം ഏറ്റെടുത്തു. വിട്ടുകൊടുത്തേ വേദനകളും ഭാരങ്ങളും ആദികളും സ്വത്രം വിട്ടുകൊടുത്തേ. ശത്രുവായവൻ നമ്മുടെ ഭവനത്തിനകത്ത് ചില വ്യക്തികളുടെ മേൽ ചിലരിലൂടെ കടന്ന് നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇതെല്ലാം അവൻ്റെ തന്ത്രങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ ദൈവത്തിന് കൊടുത്തിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഉറപ്പിച്ച് പറയാം, ചില രാത്രികൾ നിങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ ദിവസങ്ങൾക്കകത്ത് ആ പ്രാർത്ഥിച്ച വിഷയത്തിൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ മറുപടി കണ്ടിരിക്കും. ദിവസങ്ങൾക്കകത്ത് നിങ്ങൾ മുട്ടുമടക്കണം, കണ്ണീരോടെ പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ. അപ്പച്ചാ, ഇന്നതാണ് എൻ്റെ വിഷയം, ഇതാ ഞാൻ ഇട്ടു തരുന്നു. പ്രാർത്ഥിച്ചെണീക്കുമ്പോൾ വേദന ഒന്നും വരല്ലേ. പ്രാർത്ഥിച്ചെണീറ്റ് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. പിന്നെ അതിനെ പിടിക്കരുത്. പിന്നെ ആരെ കരങ്ങൾ കൊടുത്തു? ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു. കർത്താവേ, ഞാൻ ആ വിഷയത്തെ, എനിക്ക് ഭാരമേറിയ ആ വിഷയത്തെ കർത്താവിൻ്റെ കരുത്തിൽ തരുന്നു. അപ്പച്ചാ, ഞാൻ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ആദ്യ കയറി അസ്വസ്ഥതപ്പെട്ടാൽ, ഞാൻ പറയാം സ്നേഹിതരെ, നമ്മൾ അസ്വസ്ഥതപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആർക്കും മറ്റാർക്കും ഒന്നും തോന്നാനും പോകുന്നില്ല. അവർക്ക് സ്വത്രം നമ്മൾ കഷ്ടപ്പെടുന്നത് കൊണ്ടോ അവർ കരയുന്നത് കൊണ്ടോ അവർക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. അവർക്കെന്താ നഷ്ടം? നമുക്കേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നഷ്ടം നമ്മുടെ ആരോഗ്യ നഷ്ടം, നമ്മുടെ സമാധാന നഷ്ടം, നമ്മുടെ ഉറക്ക നഷ്ടം, നമ്മുടെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, നമ്മുടെ സ്വസ്ഥത പോകും, നമ്മുടെ സമാധാനം പോകും, നമ്മുടെ ആശ്വാസം പോകും, നമ്മുടെ പ്രാർത്ഥന പോകും, ദൈവമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പോകും. നമ്മളിങ്ങനെ നടന്നത് മറ്റൊരാൾ, നമ്മളെ മക്കൾക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷെ നടക്കുന്നു, പക്ഷെ അവർക്കതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ആ വിഷയത്തെ ദൈവത്തിന് കൊടുത്തിന് മുട്ടുമടക്കിയാൽ ദൈവം അവരെ ഭരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ വെട്ടി എറിഞ്ഞിട്ട് അവരെ സുബോധത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനത്തോടെ ദൈവമകനാക്കി, ദൈവമകളാക്കി, ദൈവകൃപയുള്ള പിള്ളയാക്കി, കുടുംബത്തിലെ അംഗങ്ങളെ ദൈവമുള്ള മക്കളാക്കി ദൈവം കൊണ്ടുവന്ന് മുട്ടുമടക്കി ഇരുത്തും. ഹല്ലേലൂയ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആർക്ക് കൊടുക്കാം? സകല ചിന്താകുലവും, സകല വേദനയും, സകല ആദിയും എൻ്റെ യേശുവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. വായിച്ചേ. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അടുത്ത നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. കണ്ടോ? ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കും. മനസ്സിലാവുന്നുണ്ടോ?
വിഴുങ്ങാൻ വേണ്ടിയാണ് ഇതൊക്കെ വരുന്നത്. ഈ പ്രശ്നമൊക്കെ വരുന്നത് എന്തിനാ? നമ്മളെ വിഴുങ്ങിയാൽ തീർന്നല്ലോ, അവന് സന്തോഷമാവുമല്ലോ. നമ്മളെ വിഴുങ്ങുന്നതാണ് പ്രാർത്ഥന വിഴുങ്ങി, ആരാധന വിഴുങ്ങി, വിശ്വാസം വിഴുങ്ങി, കൂട്ടായ്മ ബന്ധം. കണ്ടോ എത്ര പേർക്ക് വിഴുങ്ങി? ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, അവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുക ഓരോന്നോരോന്നായിട്ട്. ദൈവത്തിന് മഹത്വം. ആരാധന വിഴുങ്ങും, പ്രാർത്ഥന വിഴുങ്ങും, ദൈവമായിട്ടുള്ള ബന്ധം വിഴുങ്ങും, ഉപവാസങ്ങൾ വിഴുങ്ങും, പിന്നെ വചന ധ്യാനം വിഴുങ്ങും, ഉറപ്പ് വിഴുങ്ങും, സമാധാനം അവൻ വിഴുങ്ങിക്കളയും. പിന്നെ നമുക്ക് സമാധാനത്തിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ അകത്ത് വരിക. അപ്പം നമ്മളിൽ നിന്ന് വിഴുങ്ങാനാണ് ആര് വരുന്നത്? ശത്രു വരുന്നത്. അപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അനേകരുള്ളവർ. നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കരഞ്ഞ് 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 സങ്കടം സഹിക്കാൻ പറ്റാതെ എല്ലാം വിട്ടുകൊടുത്തിട്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ദൈവം ഇറങ്ങി വന്ന് പറയും, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ വിഷയത്തെക്കാൾ വലുതായി എൻ്റെ യേശുവിനെ നമ്മൾ കണ്ടങ്ങോട്ട് ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ, സർവശക്തനാകുന്ന ദൈവം ഇറങ്ങി വന്ന് ആ വിഷയത്തെ അങ്ങ് കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്താൽ എൻ്റെ ദൈവം, നമ്മളാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരു മരത്തെ പിഴുതാൽ അതിൻ്റെ വേര് താഴോട്ട് കാണും. അത് വീടിന് ചിലപ്പോൾ കിളിർത്ത് വരും. പക്ഷെ ദൈവം പിഴുതാൽ അതിൻ്റെ വേര് എവിടം വരെ പോയിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു മനുഷ്യൻ പാപിയാണെന്നിരിക്കട്ടെ, ആ പാപിയായ മനുഷ്യനെ നമ്മൾ പിഴുത് പള്ളി കൊണ്ടിരുത്തി എന്ന് വെച്ചോ, ഇരുത്തിയാൽ പുറം പിഴുതുകൊണ്ടിരുത്തും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം പിഴുതാൽ അതിൻ്റെ തായ് വേര് വരെ ഹല്ലേലൂയ മുഴുവനും പിഴുത്, കണ്ടോ, ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം പിഴുതെടുക്കും. പിശാചിന്റെ തായ് വേരിനെ സ്വർഗം കത്തിച്ചിട്ട്, ഓ ജീസസ് ജീസസ് ജീസസ്, കുടുംബ തലങ്ങൾക്കകത്ത് സ്വസ്ഥതയെ കെടുത്തുന്ന ചില പിശാചിന്റെ തായ് വേരുകളെ ഇന്ന് പകൽക്കാലം സ്വർഗം തകർത്ത് മാറ്റുവാൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആരാധിക്കുന്ന പൈതലെ സ്വസ്ഥതയെ കെടുത്തി, സമാധാനത്തെ കെടുത്തി, ആശ്വാസത്തെ കെടുത്തി, പ്രാർത്ഥന ജീവിതത്തെ തകർത്ത് ഒതുക്കി ആദിക്കുന്ന ചില ശക്തികളെ വേരോടെ പിഴുതെടുക്കാൻ. ആമേൻ ആമേൻ. ആരാധന ജയമെടുത്ത് നമ്മളെ ആദിയാറ്റി ടെൻഷൻ അടിപ്പിച്ച് അസ്വസ്ഥതപ്പെടുത്തി നമ്മളെ വേദനിപ്പിച്ച് ഉറങ്ങാൻ സമ്മതിക്കാതെ, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ, പലതും ചിന്തിപ്പിച്ച്, അയ്യോ ഈ രോഗം, ഈ ക്ഷീണം, ഈ ഭാരം, ഈ മക്കൾ ഒരിക്കൽ രക്ഷപ്പെടുകയില്ല, ഇത് മാറുകയില്ല, ഇങ്ങനെ ചിന്തിപ്പിച്ച് നമ്മളെ തകർത്തൊതുക്കുന്ന ആ ശത്രുവിന്റെ മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം വേരോടെ പിഴുത് നശിപ്പിക്കുന്ന യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. അതിനെ തകർക്കുന്ന സൈന്യത്തിന്റെ അധിപതി വന്ന് പിഴുതെടുത്താൽ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആർക്ക് കൊടുക്കണം? എൻ്റെ ദൈവത്തിനും കൊടുക്കണം. കർത്താവേ, ഞാൻ എൻ്റെ ഈ വിഷയത്തെ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ അതാ ഇട്ട് തരുന്ന അപ്പച്ച, ഇട്ട് തന്നിട്ട് സന്തോഷത്തോടെ അങ്ങ് പോകണം. സന്തോഷത്തോടെ എന്ത് ചെയ്യണം? പോകണം. ശത്രു പല്ല് കടിച്ച് ഉരുകിപ്പോകും. അവൻ്റെ ആശ നശിക്കും. നമ്മൾ കരയണമെന്നുള്ള അവൻ്റെ ആശ, നമ്മൾ ടെൻഷൻ അടിച്ച് ആദ്യ കയറണം എന്നുള്ള അവൻ്റെ ആശ, ഓ നമ്മൾ നശിക്കണം എന്നുള്ള അവൻ്റെ ആശ, നമ്മൾ ഭക്ഷണം കഴിക്കാതെ സ്വത്രം തകർന്നു പോകണമെന്നുള്ള ശത്രുവിൻ്റെ ആശ, അത് നശിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അത് നശിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടാൻ ആർക്ക് അധികാരം തന്നിട്ടുണ്ട്? ദൈവത്തിൻ്റെ മക്കൾക്ക് അധികാരം തന്നിട്ടുണ്ട്. അവയെ ശാസിക്കണം. ഹല്ലേലൂയ. നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നവനെ ശാസിച്ചിട്ട്, ഹല്ലേലൂയ, ധൈര്യത്തോടെ ശാസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, എന്നെ ഭാരപ്പെടുത്തുന്ന, എന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ട് നീങ്ങിപ്പോകുന്ന ശാസിച്ച ആത്മാവിൻ്റെ ജയത്തോടെ, ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ ബലത്തോടെ, ആത്മാവിൻ്റെ കൃപയോടെ പുറത്തു വരണം. ഹല്ലേലൂയ. ഒതുക്കുന്ന ചില ശക്തികളെ കണ്ട് പേടിക്കരുത്. അവയെ കണ്ട് പേടിക്കരുത്. അവയെ പിഴുതു മാറ്റാൻ, ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹന്നെ കരയിപ്പിച്ച് നിന്ദിപ്പിച്ച് ഒതുക്കുന്നത് ശത്രുവിൻ്റെ പദ്ധതിയായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി തല ഉയർത്തി പിടിപ്പിക്കലായിരുന്നു. അവൾ ദൈവത്തിന് കൊടുത്ത് ഫ്രീ ആയി. കണ്ടോ? അമ്മേ, ദുഷ്ടൻ്റെ പദ്ധതി എന്തെന്നായിരുന്നു? അവളെ ഒതുക്കിയിട്ട് കരയിപ്പിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി തല ഉയർത്തിപ്പിടിക്കണം. കണ്ടോ? ദുഷ്ടൻ്റെ പദ്ധതി ഇവിടെ തല താഴ്ത്തി നടക്കണം, എന്നും കരയണം, എന്നും ആഹാരം കഴിക്കാതെ എപ്പോൾ നോക്കിയാലും കരഞ്ഞ് നടക്കണമെന്നായിരുന്നു ദുഷ്ടൻ്റെ പദ്ധതി. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. ഇവിടെ ആഹാരം കഴിച്ച് ചിരിച്ച് ആനന്ദത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ബലത്തോടെ തുള്ളിച്ചാടി മഹത്വപ്പെടുത്തി നടക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമായാൽ ദൈവം അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ അവൾക്ക് വേണ്ടി ഒരുക്കി. അവൾ പള്ളിയിൽ പോയി എല്ലാത്തെ ദൈവത്തിന് കൊടുത്തു. അവൾ നൃത്തം ചെയ്ത് ആനന്ദിച്ച് ആമേൻ പ്രവചിച്ച് ആമേൻ കർത്താവിൻ്റെ മഹത്വമായി ആ സഹോദരി പുറത്തു വന്നു. സ്നേഹിതരെ, ഹല്ലേലൂയ. തകർന്നു പോകണമെന്നാണ് ശത്രുവിൻ്റെ പദ്ധതിയെങ്കിൽ കർത്താവ് പറയില്ല, ഇല്ല ഇല്ല, ഇവൾ എൻ്റെ പൈതലത്തിന് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ദിവസം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് നമ്മൾ സന്തോഷിക്കാൻ എന്താ കാരണം? ഇതുപോലൊരു ദിവസം എനിക്ക് ഞാൻ അനുഭവിക്കേണ്ടിയ സകലതും ഈ വേദന
വേദനയും ഈ ടെൻഷനും ഈ ആദിയും ഈ ഭാരവും ഈ കണ്ണീരും ഈ ഞെരുക്കവും പാപമൊഴികെ നമുക്ക് തുല്യമായി പാപം പോയിട്ട് ബാക്കിയല്ല ഇതുപോലൊരു ദിവസം യേശു ഏറ്റെടുത്തു കേട്ടോ, ഏറ്റെടുത്തു. എന്നാൽ നമ്മളത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത്. നമുക്ക് വേണ്ടിയുള്ളതെല്ലാം യേശു ഏറ്റെടുത്തു. ഇന്ന് പറഞ്ഞ എനിക്ക് വേണ്ടി ഇതുപോലൊരു ദിവസം പറഞ്ഞേ ഈ സ്വത്രം ഇതുപോലൊരു ദിവസം എനിക്ക് വേണ്ടി എൻ്റെ യേശു എൻ്റെ ആദി ഏറ്റെടുത്തു, എൻ്റെ ഭാരം ഏറ്റെടുത്തു, എൻ്റെ രോഗം ഏറ്റെടുത്തു, എൻ്റെ വേദന ഏറ്റെടുത്തു. എന്നെ തകർക്കുമെന്ന് പറഞ്ഞ ശത്രുവിനെ കർത്താവ് ക്രൂശിൽ തകർത്തു. പറഞ്ഞേ തകർത്തു. എല്ലാവരും പറഞ്ഞേ തകർക്കുമെന്ന് പറഞ്ഞ ശത്രുവിനെ ക്രൂശിൽ യേശു തകർത്തു. എന്നാൽ ആമേൻ, ആ അറിവ് ഞാൻ മറന്നുപോയി. എന്നാൽ ഇന്ന് ഞാനത് മടക്കി പ്രാപിച്ച് വീട്ടിൽ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെ ധൈര്യത്തോടെ പറയും സ്തോത്രം? 2000 വർഷം മുമ്പ് എനിക്ക് വേണ്ടി എൻ്റെ യേശു ക്രൂശിൽ തകർന്നത് കൊണ്ട് ഹല്ലേലൂയ, എനിക്ക് വേണ്ടി തകർന്നത് കൊണ്ട് ഞാൻ ഇനി തകരേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി എല്ലാം യേശു ഏറ്റെടുത്തു. പറഞ്ഞേ എല്ലാം ഏറ്റെടുത്തു. പറഞ്ഞേ എല്ലാം ഏറ്റെടുത്തു. പറഞ്ഞു, വാ തുറന്ന് പറഞ്ഞു, എല്ലാം ഏറ്റെടുത്തു. ഹല്ലേലൂയ, ആമേൻ. വാ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ കാര്യം സംഭവിക്കും? 2 കാര്യം സംഭവിക്കും. ഒന്ന്, അകത്തെ മനുഷ്യൻ്റെ അകത്ത് ബലപ്പെടും. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവായവൻ നമ്മളെ വിട്ട് നമ്മുടെ ഏതെങ്കിലും മണ്ഡലത്തിനകത്തുണ്ടെങ്കിൽ അവൻ ഇറങ്ങി അങ്ങ് പോകും. അവനെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഉറച്ച് പ്രസ്താവിക്കണം. ഹല്ലേലൂയ. യേശു എനിക്കായി കരുതുന്നത് കൊണ്ട് എൻ്റെ സകല ചിന്താകുലം, പറഞ്ഞ് യേശു എനിക്കായി കരുതുന്നത് കൊണ്ട് എൻ്റെ സകല ചിന്താകുലവും ഞാനിത് യേശുവിൻ്റെ മേലിടുന്നു. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിർമ്മതരായിരിക്കണം. 2, ഉണർന്നിരിക്കണം. എന്തിനാണ് ഉണർന്നിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ രാത്രി നേരം വെളുക്കുന്നവരെ ഉറങ്ങാതിരിക്കണം എന്നാണോ അർത്ഥം? അല്ല. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ ഉണർന്നിരിക്കണം? പ്രശ്നം ഓരോരുത്തരിലൂടെ കൊണ്ടുവന്ന് നമ്മളെ കരയിപ്പിക്കും തോറും ഉണർന്നോളണം. ഈ കരച്ചില് ദൈവത്തിൻ്റെതല്ല. ഉടനെ ഉണർന്നോളണം. ഈ ഇപ്പൊ പറഞ്ഞ വരി എന്നെ കരയിപ്പിച്ച് തകർക്കാനാണ് ഇപ്പൊ പറഞ്ഞ വരി. ഇത് ദൈവത്തിൻ്റെത് അല്ല, ഇത് ഏതോ ഒരു ദുഷ്ടൻ്റെ ഒരു പ്ലാനാണ്. എടാ, ഞാൻ കരയിപ്പിക്കാനാണ് നിന്റെ പ്ലാൻ അല്ലേ? എന്നാൽ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പൊക്കോന്ന് പറയുമ്പോൾ അതങ്ങ് ഇറങ്ങി അങ്ങ് പോകും. നിങ്ങൾ പറഞ്ഞു നോക്കിയേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. അപ്പോൾ ഉണർന്നിരിക്കണം. ഏതൊക്കെ റൂട്ടിലാണ് നമ്മളെ തകർക്കാൻ, നമ്മുടെ സന്തോഷത്തെ കെടുത്താൻ, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കണമെന്നാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുന്നത്. അപ്പോസ്തലനാകുന്ന പൗലോസ് എവിടെ കിടന്നുകൊണ്ടാണ് പറഞ്ഞത്? കാരാഗ്രഹത്തിൻ്റെ അടിത്തറയിൽ ഞാൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി കിടന്നുകൊണ്ട് എഴുതുന്നത് എന്താണ്? ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കും, എപ്പോഴും സന്തോഷിക്കും. നോക്കിയേ, കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നവൻ ക്രിസ്തുവിൽ സന്തോഷിക്കണമെങ്കിൽ കണ്ടോ, അവനെ ദുഃഖിപ്പിക്കാനായിരുന്നു അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അനേകർ എൻ്റെ മേൽ ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരുത്താൻ നോക്കിയെന്ന് ഫിലിപ്പിയരുടെ ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. എങ്കിലും പറയുന്നു, എങ്കിലും അപ്പോസ്തലൻ സങ്കടപ്പെടില്ല, എങ്കിലും ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു. ആമേൻ. ആ സങ്കടത്തെ, ആ ദുഃഖത്തെ സന്തോഷമാക്കി അപ്പോസ്തലൻ മാറ്റി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന അനേകർക്ക് അനേക വിഷയങ്ങളോടായിരിക്കും വന്നത്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയാം, നിങ്ങൾ എന്ത് ഭയങ്കര കടുപ്പമേറിയ വിഷയമാണെങ്കിലും രാത്രി ഒന്നിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കണം. ആ വിഷയങ്ങൾ മാത്രം ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഓരോ ശക്തികളായിട്ട് മാറാൻ തുടങ്ങും. മാറി ആ വിഷയം പൂർണ്ണമായി വിടുവിക്കപ്പെടും. തലമുറകളെ ഭരിക്കുന്ന എല്ലാ അന്ധകാര ശക്തി മാറുമ്പോൾ തലമുറയ്ക്ക് സുബോധം വരും. അപ്പോൾ സുബോധം വന്നു, അപ്പൻ്റെ അടുക്കലേക്ക് വരാൻ തോന്നി. കണ്ടോ, സുബോധം വന്നു, അപ്പൻ്റെ അടുത്തോട്ട് വന്നു. സുബോധം വരുമ്പോൾ അപ്പൻ്റെ അടുത്ത് വരും. അപ്പോൾ സുബോധം വരുന്നൊരു സമയമുണ്ട്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സന്നിധി കൊടുത്തങ്ങ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തെ ഏറ്റെടുത്ത് ഓരോ ഭാഗത്തും തകർത്തിട്ട് കർത്താവ് അതിൻ്റെ മറുപടി ചില ദിവസങ്ങൾക്കകം ആമേൻ. ദൈവമാണ് ആ വിഷയത്തെ ഏറ്റെടുത്താൽ മോതിരമായി, വസ്ത്രവുമായി, ചെരുപ്പുമായി അപ്പം കാത്തിരിക്കും. ചില ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മറുപടിയുമായി ആ വിഷയം ചെരുപ്പിട്ട്, മുദ്രാമോതിരമിട്ട്, പുത്തൻ വസ്ത്രവും ധരിപ്പിച്ച്, കുളിപ്പിച്ച്, കുട്ടപ്പനാക്കി, എൻ്റെ അപ്പൻ്റെ പൈതലാക്കി, എൻ്റെ അപ്പൻ്റെ പാദപിടത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരാളാക്കി ദൈവം മാറ്റും. കണ്ടോ? അല്ലെങ്കിൽ ഉറപ്പാ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്ക്, അതിൻ്റെ പിന്നിലുള്ള അന്ധകാര മണ്ഡലങ്ങൾ തകരുമ്പോൾ ആള് ഫ്രീ ആകും. അന്ധകാര മണ്ഡലങ്ങൾ തകരും, ആള് ഫ്രീ ആകും. ഗദര ദേശത്ത് 6000 ഭൂതം പിടിച്ച ഒരുത്തൻ, അവനെ പിടിച്ച ചങ്ങലക്കിടാൻ പറ്റത്തില്ല. സ്വത്രം ഞാൻ പറയാം, ഏതോ ഒരു അപ്പൻ്റെ അമ്മയുടെ മകൻ, ഒരുപക്ഷെ അപ്പനും അമ്മയും പരിധിയുണ്ട് പിടിച്ചു നിർത്താൻ. മകനെ പിടിച്ചു നിർത്താനും രക്ഷിക്കാനും ഒക്കെ പരിധിയുണ്ട്. ഒരു പരിധി വരെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ആ മകൻ്റെ ഇഷ്ടത്തിന് എന്ത് ചെയ്യും? പോവും. ഇങ്ങനെ പോയി ഈ മകൻ എന്തായി? അവസാനം വീട് വിട്ടിറങ്ങാനിടയായി തീർന്നു. അപ്പനും അമ്മയും പറയുന്നു വകവയ്ക്കാതായി. ഇവന് ഭൂതം പിടിവിട്ടു. എത്ര ഉണ്ടായിരുന്നു? 6000 ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ
കെട്ടിനകത്ത് പൂട്ടിയിട്ടാലും കിടക്കത്തില്ല, എത്ര ചങ്ങല ഇട്ടാലും കിടക്കത്തില്ല. അപ്പം അത്രയും ബുദ്ധിമുട്ടായിട്ട് ഇവന് മാറി. ഇവൻ ഗദര ദേശത്തായിരുന്നു അല്ലേ. ഇവൻ അവസാനം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എവിടെയാണോ കിടക്കേണ്ടത് അവിടെയായി കിടപ്പ്. ആൾക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങി, ചങ്ങലകളെ താനെ പൊട്ടിക്കാൻ തുടങ്ങി. ഇവന് സുബോധം നഷ്ടപ്പെട്ടു. 6000 എണ്ണം നിറഞ്ഞ് നിന്നവൻ്റെ അടുക്കൽ എൻ്റെ യേശു ഒന്ന് ചവിട്ടിയപ്പോൾ, എൻ്റെ യേശുപ്പൊന്ന് ചവിട്ടിയപ്പോൾ അവൻ്റെ തായ് വേര് അടിത്തറ, അടിത്തറ ഗദര ദേശത്ത് കാല് ചവിട്ടിയപ്പോൾ അടിത്തറ കുലുക്കി, അടിത്തറ കുലുങ്ങി, എൻ്റെ തായ് വേര് കുലുങ്ങി. എൻ്റെ അപ്പൻ ചില വിഷയത്തിൽ ചവിട്ടിയാലുണ്ടല്ലോ അതിൻ്റെ അടിത്തറ കുലുങ്ങും. അമ്മേ, ഇതിനകത്തിരിക്കുന്ന ചില മക്കളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ്. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാചിൻ്റെ അടിത്തറകളെ ഇളക്കിക്കൊണ്ട് ആ വിഷയത്തെ പൂർണ്ണമായിട്ട് വിടുവിച്ച് അത്ഭുതം ചെയ്യുവാൻ ഈ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. പിന്നത്തെ എന്താ സംഭവിച്ചേ? അവന് സുബോധം വന്നു, അവൻ വസ്ത്രം ധരിച്ചു. അവൻ പിന്നെ ആരെ പുറകെ പോയി? യേശുവിൻ്റെ പുറകെ പോയി. കണ്ടോ എന്തുകൊണ്ട്? യേശു കാൽ ചവിട്ടി. ആ വിഷയത്തെ യേശു കൈകാര്യം ചെയ്തു. അപ്പന് രക്ഷിക്കാൻ പറ്റാത്ത, അമ്മയ്ക്ക് രക്ഷിക്കാൻ പറ്റാത്ത, വീട്ടുകാർക്ക് രക്ഷിക്കാൻ പറ്റാത്ത, നാട്ടുകാർക്ക് രക്ഷിക്കാൻ പറ്റാത്ത കൈവിട്ടു പോയ വിഷയം കണ്ടോ? യേശു ചവിട്ടി കൈവിട്ട വിഷയം. ഒരു കുഞ്ഞാടിനെ പോലെ മുട്ടും മടക്കി ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. പിന്നത്തേതിൽ ഈ കുഞ്ഞാട് 10 പട്ടണങ്ങളിൽ ദൈവത്തെ ഉയർത്താൻ തുടങ്ങി. എങ്ങനെ സംഭവിച്ചു? ഹല്ലേലൂയ. കർത്താവ് ലോകത്തിൽ ആരെ തിരഞ്ഞെടുക്കുള്ളൂ? കർത്താവ് ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുക്കും. ഏതുമില്ലാതെ ഗദരദേശത്ത് കിടന്നവനെ എൻ്റെ ദൈവം അങ്ങ് തിരഞ്ഞെടുത്തു. കണ്ടോ? ഏവനെ? 6000 ഭൂതം പിടിച്ചവനെ 10 പട്ടണത്തിൽ സുവിശേഷം അറിയിപ്പിക്കാൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? 10 പട്ടണത്തിൽ സുവിശേഷം അറിയിപ്പിക്കാൻ 6000 ഭൂതമുള്ളവനെ. ഭൂതമില്ലാത്ത എത്രയോ പേരുണ്ട്, അവരാരും യേശു എടുത്തില്ല. ഭൂതമുള്ളവനെ അറിയാവുള്ളൂ അവൻ്റെ വിഷമം എന്തെന്ന്. ചിലർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് എന്തിനാ? നിങ്ങൾക്ക് പിന്നിൽ അടുത്തൊരു ശുശ്രൂഷയുണ്ട് മക്കളെ. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ വരുന്ന നാളിൽ ആ ശുശ്രൂഷ ചെയ്യും. നിങ്ങൾ അങ്ങനെ ഒരു മുഖത്തിനകത്തു നിന്നാണ് ഈ ആലയത്തിൽ വന്ന് വിടുവിക്കപ്പെട്ട് പുറത്ത് വന്നെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടോ, നിങ്ങൾക്ക് അടുത്ത അപ്രകാരം ഒരു ശുശ്രൂഷ. അതെ 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 തീ 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 ദുർഭൂതങ്ങളെ പിടിപെട്ട ഒരാളാണോ സ്വത്രം കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് ആ കെട്ടുകൾ പൊട്ടി സ്വാതന്ത്ര്യം പ്രാപിച്ചത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, ഇതുപോലെ പിശാചിനാൽ പിടിപെട്ടവരുടെ വിഷമങ്ങൾ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. ജീസസ്, ഹല്ലേലൂയ. ഇത് അനുഭവിക്കാത്ത ഒരാൾ അറിയത്തില്ല. പക്ഷെ ഈ അനുഭവത്തിനകത്ത് പൊട്ടി വന്ന ആളിന് 6000 ഭൂതമുള്ളവരെ 10 പട്ടണത്തിനകത്ത് ഇതുപോലെ ഭൂതം പിടിച്ച് സകലത്തെയും കെട്ടുകളെ പൊട്ടിച്ച് കണ്ടോ? ഹല്ലേലൂയ. അവനെ കെട്ടുകളെ പൊട്ടിച്ചവരോ അയാൾ 1000കണക്കിന് ആൾക്കാരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. കണ്ടോ? അപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്തത് കഴിവുള്ളവനെയോ മിടുക്കുള്ളവനെയോ ജ്ഞാനമുള്ളവനെ ആയിരുന്നില്ല. പിന്നെയോ 6000 ഭൂതം നിറഞ്ഞിരുന്നവൻ്റെ ആത്മഹത്യയുടെ നടുവിൽ ചെന്ന് എൻ്റെ ദൈവം പൊട്ടിച്ചെടുത്ത് ആ ദൈവം ഇന്നും ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. നിന്നെ പൊട്ടിച്ച് ചിലതിൻ്റെ അകത്ത് നിന്ന് ജീസസ് ചിലതിൻ്റെ അകത്ത് നിന്ന് അയ്യോ മരിച്ചാൽ മതിയെന്ന്, ആ ദുർഭൂതങ്ങൾ തകർത്തൊതുക്കി മരിച്ചാൽ മതിയെന്ന്, ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് അസ്വസ്ഥപ്പെടുത്തി ടെൻഷൻ അടുപ്പിച്ച് ആദ്യകറ്റി ജീവിതത്തെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ യേശു അവനെ കണ്ടിട്ട് അവൻ ഇരുന്ന സ്ഥലത്ത്, അവൻ നിന്ന സ്ഥലത്ത്, അവൻ ആത്മഹത്യയിലേക്ക് പോകുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവൻ്റെ കെട്ടുകളെ പൊട്ടിച്ച്, ഹല്ലേലൂയ, ചങ്ങലകളെ പൊട്ടിച്ചു, കെട്ടുകളെ പൊട്ടിച്ചു. അവന് സുബോധം വന്നു. അവൻ വസ്ത്രം ധരിച്ചു, കെട്ട് പൊട്ടി, ബന്ധനം തകർന്നു. ജീസസ്. അതേപോലെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ, നിങ്ങളുടെ വിഷയങ്ങൾ എത്ര വലുത് തന്നെ ആയിരുന്നാലും ഞാൻ പറയാം, സ്വത്രം യേശുപ്പച്ച പറഞ്ഞു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളോടായിരിക്കും ഇതിനകത്ത് വന്ന് ഒരുപാട് നിന്ന് ഏൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം, ആ നിന്നയ്ക്കകത്തു നിന്നാണ് കർത്താവിലൂടെ നീ പുറത്ത് വന്നെങ്കിൽ
ഞാൻ പറയാം, നിന്റെ ശുശ്രൂഷ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിലാണ്. നിന്നെ കർത്താവ് അവിടെ കൊണ്ട് ചെന്ന് അനേകരെ കൈവച്ച് ആശ്വാസത്തെ പകരാൻ, ധൈര്യപ്പെടുത്താൻ, ബലപ്പെടുത്താൻ, ബലപ്പെടുത്താൻ. ഞാനും കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നു, എന്നാൽ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തി പുറത്തെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിൻ്റെ അസ്വസ്ഥത കൊണ്ട് ഭാരപ്പെട്ടിരിക്കുകയാണോ? കർത്താവ് ഇതിലൂടെ കൊണ്ടുപോകുമ്പോൾ നീ പേടിക്കണ്ട. നിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ വിഷയം അനുഭവിക്കുന്ന എല്ലാവരുടെ നടുവിൽ നിന്നെ കൊണ്ടുവന്നിട്ട് പറയും, നിന്റെ സാക്ഷ്യം പറയാം. അവരെ കൈക്ക് പിടിച്ച് കൊണ്ടുവരാം, അവരെ കൂടെ ക്രിസ്തുവിനായിട്ട് കൊണ്ടുവരാൻ. പേടിക്കാതെ ധൈര്യത്തോടെ ബലപ്പെടെ. ജീസസ് ജീസസ് ജീസസ്. ധൈര്യത്തോടെ പറ. ഇല്ല, ഇത് അവസാനമല്ല. ഇതൊന്നിൻ്റെ അവസാനമല്ല. പറഞ്ഞ എന്നെ ഒതുക്കുന്ന, എൻ്റെ കുടുംബത്തെ ഒതുക്കുന്ന ശത്രുവിൻ്റെ അവസാനമാണിത്. പറഞ്ഞ ശത്രുവിൻ്റെ അവസാനമാണിത്. പറഞ്ഞ ദുഷ്ടൻ്റെ അവസാനം. തുറന്ന് പറ, ദുഷ്ടൻ്റെ അവസാനമാണ്. എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. നോക്കിയേ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. അടുത്ത വരി. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് അവൻ ചുറ്റി നടക്കേ ഉള്ളൂ. ഒറ്റ എണ്ണതിനെ വിഴുങ്ങാൻ കിട്ടത്തില്ല. പറഞ്ഞേ, എടാ നീ ചുറ്റി നടക്കും, എന്നെയോ എൻ്റെ കുടുംബത്തെ. നിനക്ക് ആർക്കൊക്കെ ധൈര്യമുണ്ട് പറയാൻ? എടാ നീ ചുറ്റിക്കറങ്ങി നടക്കേ ഉള്ളൂ, പക്ഷെ എന്നെ എൻ്റെ കുടുംബത്തെ നിനക്ക് വിഴുങ്ങാൻ കിട്ടത്തില്ല. നീ ചുറ്റി നടക്കേ ഉള്ളൂ. പറഞ്ഞ വാ തുറന്ന് പറ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തിനകത്ത് യേശുവുണ്ട്. പറഞ്ഞേ, എൻ്റെ കൂടെ യേശുവുണ്ട്, എൻ്റെ വീട്ടിനകത്ത് യേശുവുണ്ട്. നീ ചുറ്റിക്കറങ്ങി നടക്കേ ഉള്ളൂ. നിനക്ക് ഞങ്ങളെ തൊടാൻ കഴിയത്തില്ല. പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കുളമ്പടിയെ പോലും നിനക്ക് തൊടുവാൻ കഴിയത്തില്ല. ധൈര്യത്തോടെ പറഞ്ഞേ, നിനക്ക് ഒരു കുളമ്പടിയെ പോലും തൊടുവാൻ കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗി പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത് 10-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ട സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ. കണ്ടോ 10-ാം വാക്യത്തിൽ എന്താ കിടക്കുന്ന? വായിച്ചേ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി. അല്പകാലത്തേക്ക്, കുറച്ച് കാലം മാത്രമേ ഈ കഷ്ടമുള്ളൂ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്നു. പേടിക്കരുത്, ഇതൊന്നും കണ്ട് പേടിക്കരുത്. അല്പസമയം മാത്രമേ ഉള്ളൂ. ഉണർന്നങ്ങ് നടന്നാൽ മതി. ഉണർവോടെ നടക്കണം, പേടിക്കണ്ട. ഒരു ടെൻഷനും വേണ്ട. എല്ലാ ടെൻഷനും ആർക്ക് കൊടുക്കണം? യേശു വാഴുകയാ, ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല, ഭാവിയല്ല കയ്യിലെന്നോ ആയത്ര ധന്യമേ ലോകജീവിതം. യേശു വാഴുകയാ, ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോ ആയത്ര ധന്യമേ ലോകജീവിതം. അനാഥനല്ല ഞാൻ, ശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തന്തിരുമാ നിത്യവും ചാരിടും ഞാൻ, എത്ര ബോധമാ യേശു വാഴുകയാ, ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല, ഭാവിയല്ല
ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ആദ്യം എല്ലാം ആരും ഏറ്റെടുത്തു കഴിഞ്ഞു? യേശു ഏറ്റെടുത്തു. അപ്പോൾ കുറച്ച് സമയത്തേക്ക് 10 വാക്യം ഒന്നുകൂടെ വായിച്ചേ. പത്രോസ് അപ്പോസ്തലന്റെ 1 ലേഖനം 5:10 വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, അല്പകാലത്തേക്ക് 9 വാക്യം ഒന്നുകൂടെ വായിച്ചു പോകും. 9 വാക്യം. നിങ്ങൾക്കുള്ള ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനെ ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരാണ്. എന്നൊന്ന് വിശ്വാസത്തിൽ ഞാൻ ടെൻഷൻ പെടേണ്ട കാര്യമില്ല, ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എല്ലാം ഞാൻ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറുപടി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി തരും. ഞാൻ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഇന്ന് മുതൽ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ തുടങ്ങുന്നു. എൻ്റെ ആ മനസ്സിനകത്ത് എന്നെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ ദൈവത്തിന് കൊടുത്തിട്ട് ഞാൻ ഫ്രീ ആകാൻ പോകുന്നു. ദൈവം എന്നെ രക്ഷിക്കും. ഞാൻ പഴയതിൻ്റെ ഇരട്ടി ബലത്തോടെ പഴയതിൻ്റെ ഇരട്ടി ബലത്തോടെ ആത്മാവിൽ നിറഞ്ഞ് പുറത്തു വരാൻ പോകുന്നു. എന്തെല്ലാം ശത്രു വിഴുങ്ങിയോ അവൻ വിഴുങ്ങിയതിനെ യേശുവിൻ്റെ നാമത്തിൽ കീറിയിറങ്ങി അതിനെ മടക്കി പ്രാപിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ മടക്കി പ്രാപിച്ച്, യേശുവിൻ്റെ നാമത്തിൽ മടക്കി പ്രാപിച്ച്, സമാധാനം മടക്കി പ്രാപിച്ച്, സന്തോഷം മടക്കി പ്രാപിച്ച്, പ്രാർത്ഥനാ ജീവിതം മടക്കി പ്രാപിച്ച്, വിശ്വാസ ജീവിതം മടക്കി പ്രാപിച്ച്, വിശുദ്ധ ജീവിതം മടക്കി പ്രാപിച്ച്, ആരാധന ബന്ധങ്ങൾ മടക്കി പ്രാപിച്ച്, യേശുവോടുള്ള അടുപ്പങ്ങൾ മടക്കി പ്രാപിച്ച്, വരുന്ന നാളിൽ ഇരട്ടി ബലത്തോടെ എൻ്റെ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തുവാൻ മതിയായവനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ആരോട് എതിർക്കണം? വിശ്വാസത്തിൽ സ്ഥിരതയുണ്ടെങ്കിൽ ആരോട് എതിർക്കാൻ പറ്റൂ? നമുക്കെതിരെയുള്ള ശത്രുവിനോട് എതിർക്കാൻ പറ്റും. എതിർക്കണം, അവനെ എതിർത്ത് മാറ്റണം, പറയണം യേശുവിൻ്റെ നാമത്തിൽ. ചില ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ നീ പോകുമെന്ന് പറയണം. നമുക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. ആ ക്ഷീണങ്ങളെല്ലാം മാറിപ്പോവും, പ്രയാസങ്ങളെല്ലാം മാറിപ്പോവും, പ്രതിസന്ധികളെല്ലാം മാറിപ്പോവും. നിങ്ങൾ ഒതുക്കുന്ന മണ്ഡലങ്ങൾ നോക്കുക, യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുമെന്ന് പറയുക. പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു വിടുതൽ എന്ത് ചെയ്യും? സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ അത് അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ തന്നെ അത് അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അത് അനുഭവിക്കുന്നത് കാണാൻ കഴിയും. 10 വാക്യം വായിച്ചേ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു ശക്തീകരിക്കും. പിന്നെ എന്ത് ചെയ്യും? ഉറപ്പിച്ച് ശക്തീകരിക്കും. അടുത്ത ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. അപ്പൊ നമ്മൾ ഉറപ്പിക്കുന്ന ആരാ? നമ്മളെ ശക്തീകരിക്കുന്ന ആരെ? യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ആരെ? സർവകൃപാലുവായ ദൈവം. ദൈവം നമുക്ക് വേണ്ടി ഇത് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? എന്നെ ഉറപ്പിക്കുന്ന ദൈവമാണ്, എന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇന്ന് ശക്തിയോടെ നിർത്തും. നിങ്ങൾ പല വിധമാകുന്ന വേദനയോടെ കടന്നു വന്നു. ടെൻഷൻ അടിക്കണ്ട, ഭാരപ്പെടണ്ട. ദൈവ ശക്തീകരിക്കാൻ പോകുകയാ, ദൈവം ഉറപ്പിക്കാൻ പോകുകയാ. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം യേശുവിന്റെ ക്രൂശീകരണമാണ് കൊടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 27-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 11-ാം വാക്യം മുതൽ വായിച്ചേ. 11 മുതൽ വായിച്ചേ. എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാൻ ആകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. ഇന്ന് നമ്മൾ സന്തോഷിക്കാനുള്ള കാരണം ഇതുപോലൊരു ദിവസം ഈ വചനം വായിച്ചു കേൾക്കുന്നത് പോലെ സംഭവിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമുള്ള പ്രധാനപ്പെട്ട ദിവസം എന്ന് വെച്ചാൽ ഏത് ദിവസം? ദുഃഖവെള്ളി. എന്താ അത്? സന്തോഷത്തിൻ്റെ വെള്ളിയാണ് നമ്മുടെ. എന്താ സന്തോഷത്തിൻ്റെ വെള്ളി? നിത്യ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ദിവസമാണ്. ഓ ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഈസഡ് ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി പാപമില്ലാത്ത ഒരാൾ തകർന്ന ദിവസമാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ദിവസം. എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയാതിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ശാലിനിക്ക് വേണ്ടി ഞാൻ മരിക്കാമെന്ന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഹല്ലേലൂയ, എനിക്ക് വേണ്ടി മരണം ഇങ്ങനെ ആസ്വദിച്ച് മരിച്ച ദിവസമാണ്. ആമേൻ. സ്വത്രം. നല്ല വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി മരണം ആസ്വദിച്ച ഹല്ലേലൂയ, മരണം ആസ്വദിച്ച് മരിച്ച, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മരിച്ച ഒരു ദിവസമാണ് ഏത്? ഇന്ന്. വേറെ ആര് മരിച്ചാലും അതിന് പരിഹാരമില്ലാത്ത സ്ഥാനത്ത് എനിക്ക് വേണ്ടി എല്ലാം തികഞ്ഞ പൂർണ്ണതയാകുന്ന ശാരോനിലെ പനിനീർ പുഷ്പം എനിക്ക് വേണ്ടി എന്നെ നേടാൻ തകർന്ന ദിവസമാണ്
ഈ വെള്ളിയാഴ്ച. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഏത് ദിവസം? എല്ലാ ദിവസവും ഈ ദുഃഖ വെള്ളിയാഴ്ച സന്തോഷിച്ചോളൂ. ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ സത്രം നമുക്ക് പറയാം ദുഃഖത്തിൻ്റെ വെള്ളി എന്ന് പറയൂലേ. പക്ഷെ ക്രിസ്തുവിൻ്റെ മക്കൾ, ജയം പ്രാപിച്ച മക്കൾക്ക് സന്തോഷത്തിൻ്റെ വെള്ളിയാണ്. എന്താ കാര്യം? അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട സ്ഥാനത്ത് ദുഃഖത്തെ മാറ്റി പേരില്ലാത്ത സ്ഥാനത്ത് പേരെഴുതിയത് മരണത്തിലൂടെ, പുത്രിയാക്കി പുത്രനാക്കി മാറ്റിയത് മരണത്തിലൂടെ, ക്രിസ്തു ചുമന്നതിലൂടെ ഞാൻ ചുമക്കേണ്ടതെല്ലാം ഒഴിഞ്ഞു മാറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രാജാധിരാജനെ, കർത്താധി കർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഗേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്, സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിലും സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധി കർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഗേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. രാജാധിരാജനെ, കർത്താധി കർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുത മന്ത്രിയെ, യാഗേ ഈ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ്വാധികാരിയാം യേശു, സർവനാമത്തിലും സർവശക്തനാകും യേശു. ഹല്ലേലൂയ. യേശുവിനെ രാജാവാക്കാൻ ഒരു കൂട്ടം പേര് നോക്കിയപ്പോൾ യേശു അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. എടാ, നീ രാജാവെന്നെ ആക്കണ്ട, ഞാൻ രാജാവ് തന്നെയാ. കണ്ടോ? ഹല്ലേലൂയ. യേശുവിനെ ആര് രാജാവാക്കണ്ടായിരുന്നു? ഈ ലോകത്തിൻ്റെ രാജാവ് ആക്കണ്ടായിരുന്നു. ഒരു മനുഷ്യനും ആക്കണ്ട. കർത്താവ് ആരെങ്കിലും ആക്കി രാജാവായതല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു രാജാവ് തന്നെയാ. ഒരാൾ അഡ്രസ്സ് ചെയ്ത്, ഒരാൾ വോട്ടിട്ട് കൊടുത്ത് രാജാവാക്കിയതല്ല എൻ്റെ അപ്പൻ. പിന്നെയോ? ഓ ഹല്ലേലൂയ. അത്ഭുത മന്ത്രി തന്നെയാ. രാജാവായി, കർത്താവായി ഈ ഭൂമിയിൽ ജനിച്ച്, ഓ സ്വത്രം, ഭൂമിയിൽ ജീവിച്ച് മരിച്ച ഒരാളെ ഉള്ളൂ, യേശു ക്രിസ്തു. ഹല്ലേലൂയ. രാജാവായി ജനിച്ചവൻ, രാജാവായി ജീവിച്ചവൻ, രാജാവായി മരിച്ചവൻ, രാജാവായി ഉയർത്തെഴുന്നേറ്റവൻ, രാജാവായി വരുന്നവൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു അപ്പച്ചനോട് പലവട്ടം ചോദിച്ചു, നീ പറഞ്ഞേ. എന്നാൽ അവസാനം കർത്താവ് പറഞ്ഞു, തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ യേശു എന്താ പറഞ്ഞേ? അതെ, ഞാൻ ആകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. ഞാൻ തന്നെയാ രാജാവ്. നീ രാജാവ് തന്നെയോ? കണ്ടോ? എല്ലായിടത്തൊന്നും യേശു പറഞ്ഞില്ല. എന്നാൽ പറയേണ്ടടുത്ത് തൻ്റെ രാജാവാണെന്നുള്ള പദവി കർത്താവ് പറഞ്ഞു. എന്നാൽ എല്ലായിടത്തും ഒന്നും കഴിവില്ല എന്നും, ഞാൻ രാജാവാണ് കണ്ടോന്നൊന്നും പറഞ്ഞില്ല. ഒന്നുകൂടെ വായിച്ച വരി അകത്തങ്ങിറങ്ങട്ടെ. അടുത്ത് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവഴി ചോദിച്ചു. ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. അടുത്ത് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയും അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. അവിടെ ഉത്തരം പറയേണ്ട കാര്യമൊന്നും, നമ്മളെ പലരും കുറ്റം ചുമത്തും, നമ്മളൊന്നും പറയാൻ പോകണ്ട. വേദന വരും യേശുവിന്. പക്ഷെ അവിടെ വേദനയൊന്നും, നമുക്ക് വേദന വരുമല്ലേ? വേദന വരും. പക്ഷെ യേശുവിന് അവിടെ വേദന ഒന്നും വന്നില്ല. കുറ്റം ചുമത്തി. അടുത്ത വരി വായിച്ചേ. ഒന്നും വേണ്ടിയില്ല. കണ്ടോ? നമുക്കെതിരെ കുറ്റ ആരോപണം വരുമ്പോൾ ഈ സ്വഭാവം നമ്മളിൽ വരണം. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? കുറ്റാരോപണം വരും. ചിലപ്പോൾ നമ്മൾ അറിയാത്തതൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പറയും? മനസാക്ഷി പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ എന്തെന്ന് പറയും? ആ സിസ്റ്റർ പറഞ്ഞെന്നങ്ങ് പറയും, അല്ലെങ്കിൽ ആ പാസ്റ്റർ പറഞ്ഞെന്നങ്ങ് പറയും. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സുകൊണ്ട് പോലും അറിഞ്ഞ കാര്യമായിരിക്കത്തില്ല. മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളായിരിക്കും. ഈ ഇടയ്ക്ക് ഒരു കാര്യം കേട്ട് ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ എട്ടാവട്ടത്ത് അറിഞ്ഞിട്ടുമില്ല, ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടും ഇല്ല. സ്വത്രം. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു വിഷയമുണ്ട്. എൻ്റെ യേശു ഒന്നും മിണ്ടിയില്ല. ദൈവത്തിൻ്റെ സ്വത്രം. യേശു എന്ത് ചെയ്തില്ല? ഒന്നും
ഒന്നും മിണ്ടിയില്ല. കണ്ടോ, ഒന്നുകൂടെ വായിച്ച ആ വരി അകത്ത് നമ്മുടെ എൻ്റെയും നിങ്ങളുടെ അകത്ത് ഒരുപോലെ ഇറങ്ങട്ടെ, എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. വായിച്ചേ. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയും അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. കുറ്റം ചുമത്തുകയില്ല. ഒരു പാപം ചെയ്യാത്ത യേശുവിനെ കുറ്റം ചുമത്തുകയാണ്. നീ ചെയ്തു 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 ചെയ്തു. പക്ഷേ യേശു ഒന്നും മിണ്ടിയില്ല. അടുത്ത വരി വായിച്ചേ. പീലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ എന്ത് പറഞ്ഞിട്ട് യേശുവിന് ഒരു അനക്കവും. യേശുവേ എൻ പ്രിയനേ, മൃദുസ്വരം എന്നെ കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോ ഞാൻ പറഞ്ഞതുപോലെ പോലും യേശു എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. യേശു ആരെപ്പറ്റി ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം പറഞ്ഞു. എന്താ? രണ്ട് മക്കളെ ഒരാൾ കൊണ്ടുവരത്തില്ലേ, കൊണ്ടുവന്നിട്ട് ചോദിക്കില്ലേ, ഒന്ന് നിന്റെ വലത്തും ഒന്ന് നിന്റെ ഇടത്ത് വിരിക്കാനുള്ള വരം കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, ഇരുത്താൻ വേണ്ടി. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഞാൻ കുടിക്കുന്ന പാനപാത്രം അവർക്ക് കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ യേശു അവിടെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവരിൽ ഭരിക്കുന്നത് ആരാണെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഒരാളിൻ്റെ കുറ്റവും മറ്റൊരാളിനോട് പോയി പറഞ്ഞു പരത്തിക്കൊണ്ടൊന്നും യേശു നടന്നില്ല. ഇനി എനിക്കില്ലാത്ത ഒരു ഗുണം, യേശു കർത്താവ് ആരോടും പ്രാർത്ഥന വിഷയവും ചിന്തിച്ചു നോക്കിയേ, നമുക്കൊന്നും ഇതില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ചർച്ചയിൽ തന്നെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പ്രധാനപ്പെട്ടൊരു വിഷയമാണെങ്കിൽ എന്ത് ചെയ്യും? വേറെ ഒരു കാര്യവും പറയത്തില്ല. ഒരാളിൻ്റെ വിഷയം മറ്റൊരാളിനോടൊന്നും ഒന്നും ശാലിനി സിസ്റ്റർ പറയാൻ പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒറ്റ കാര്യം അടിച്ചു കൊന്നാലും അത് കർത്താവിൻ്റെ കൃപ മാത്രം. ഹല്ലേലൂയ. പക്ഷെ ചില കാര്യം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങളെങ്കിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? പ്രാർത്ഥിക്കേണ്ടി വരും. പ്രാർത്ഥന വിഷയം മാത്രം. അതും എങ്ങനെ പറയുള്ളൂ? ആ പ്രധാനപ്പെട്ട കാര്യം ഇന്ന ആളിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളണം കർത്താവത്തോടാ, ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറത്തൊന്നും പറയത്തില്ല. യേശു അതുപോലും എന്ത് ചെയ്യില്ല, ഒന്നും മിണ്ടിയില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് നമുക്കിതെല്ലാം വേണം. ഈ സ്വഭാവം, യേശുവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ സ്വഭാവം കണ്ടോ? ഇതെല്ലാം നമുക്ക് വേണം. നമ്മൾ ആരോടും ക്രിസ്തു ഒന്നും മിണ്ടിയില്ല. താൻ ചെയ്തതൊന്നും അല്ല പറഞ്ഞു, ചെയ്യാത്തതാണ് യേശു പറഞ്ഞത്, യേശുവിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ യേശു ഒന്നും മറുപടി കൊടുത്തില്ല. അടുത്ത വാക്യം വായിച്ചേ. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ. അവൻ ഒരു വാക്കിനും, ആൾക്കാരെല്ലാം പലതും 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 പറഞ്ഞിട്ട് ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ. അടുത്തവർ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. നാടുവാഴി അത്യന്തം, അവൻ്റെ കണ്ണ് തകർന്ന് തരിപ്പണം. അയാൾ ചിന്തിച്ചു, ഇതുപോലൊരു മനുഷ്യൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയും മറുപടിയൊത്ത ഒരാൾ, ഇത്രയും പറഞ്ഞിട്ടും, ഇതെല്ലാം പറഞ്ഞിട്ടും, ഇതെല്ലാം അറിയാത്തത് ചെയ്യാത്തത് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടും ഇത്രയും മിണ്ടാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അയാൾ ആശ്ചര്യപ്പെട്ടു. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക ഇങ്ങനെ ഒരാളിനെ. നോക്കിയേ, ഈ സ്വഭാവം നമ്മളകത്ത് വന്നെങ്കിലല്ലേ. ഹല്ലേലൂയ. ഈ സ്വഭാവം ആരുടെ അടുത്ത് വരണം? നമ്മളകത്ത് വരണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ യേശു മാത്രം പറയും, നമുക്ക് കേട്ടാൽ മതി. പറഞ്ഞ ആർക്കൊക്കെ ഈ വരി ആവശ്യമുണ്ട്? അടുത്ത വരി വായിച്ചേ. എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവഴി വിട്ടയക്കുക പതിവായിരുന്നു. അടുത്ത് അന്ന് ബറബാസ് എന്ന് ശ്രുതിപ്പെട്ടൊരു തടവുകാരൻ ഉണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു. അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ച്, നീ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും
ശേഷം മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. നാടുവാഴി അവരോട്, ഈ ഇരുവരിൽ ഏവനെ വിട്ടു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബ്ബാസിനെ എന്ന് അവർ പറഞ്ഞു. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. ഒന്നും കാരണം പറയാനില്ല, യേശുവിനെ കുറിച്ച് ഒരു കാരണവും പറയാനില്ല. അവനെ ക്രൂശിക്കണം ക്രൂശിക്കണമെന്ന് മാത്രമല്ലാതെ വേറെ ഒരു കാരണവും പറയാൻ ആർക്കില്ല, ഈ ജനത്തിനില്ല. അടുത്തവർ വായിച്ചേ. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ ഈ അടി കേൾക്കുമ്പോഴെല്ലാം ശാലിനി വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇപ്പോ മൊത്തം ഉദാഹരണം, മൊത്തം ഒരു ചെറിയ പതപ്പ് മാത്രമേ ഒരാളുടെ അകത്തുള്ളൂ, ഒരു ചെറിയ ജീവൻ മാത്രമേ അകത്തുള്ളൂ. ബാക്കി മൊത്തവും മരിച്ചു എന്ന് വിചാരിക്കുക. ഓരോ മരുന്നും ഡോക്ടർമാർ ചെയ്യുമ്പോൾ ഓരോ ഭാഗത്ത് ജീവൻ വരുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. ചിന്തിക്കാം. യേശു ഇത് ഓരോന്നും ചെയ്യുമ്പോൾ മരിച്ചു കിടന്ന ശാലിനി ക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു ഓരോ സ്റ്റെപ്പിലും യേശുവിനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും തോറും എൻ്റെ വിടുതൽ, എൻ്റെ കെട്ട് പൊട്ടിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു ഉപദ്രവം ഏൽക്കും തോറും ഞാൻ ഫ്രീ ആയിക്കൊണ്ടിരുന്നു. ആമേൻ. യേശു കെട്ടപ്പെടും തോറും എൻ്റെ കെട്ട് അയഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് വന്നവരെല്ലാം വിടുവിക്കപ്പെട്ടിട്ടേ പോകാവൂ. ഇതുപോലൊരു ദിവസം എനിക്ക് വേണ്ടി തകർന്നത് കൊണ്ട് ഞാൻ എൻ്റെ തകർച്ചയെ യേശു ഏറ്റെടുത്തു. എൻ്റെ കെട്ടുകളെ അഴിക്കാൻ യേശു കെട്ടപ്പെട്ടു, യേശു ഉടക്കപ്പെട്ടു, യേശു തകരപ്പെട്ടു, യേശു വീട് കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന പൈതങ്ങളെ ഓരോരുത്തരും ഓരോ വിഷയത്തോടെ ഭാരത്തോടായിരിക്കും ഇതിനകത്ത് വന്നത്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഇതുപോലൊരു ദിവസം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോൾ നമ്മൾ ഫ്രീ ആയിക്കൊണ്ടേയിരുന്നു. നമ്മുടെ കെട്ട് ഓരോ ലെയറായിട്ട് അഴിഞ്ഞിളകിക്കൊണ്ടേയിരുന്നു. യേശു വിട്ടുകൊടുക്കും തോറും നമ്മൾ ഫ്രീ ആയിക്കൊണ്ടേയിരുന്നു. അടുത്തവർ വായിച്ചേ. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിൻ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി. അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. കണ്ടോ, ഇതെല്ലാം നടക്കുമ്പോൾ ഞാൻ വിടിവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിച്ചു കൊള്ളാം, എൻ്റെ കർത്താവ് ഇതെല്ലാം ഏറ്റെടുത്തു. ഈ സത്യം ഞാൻ കേട്ടു. ഈ സത്യത്തിൽ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് വീട്ടിൽ പോകത്തുള്ളൂ. എനിക്ക് വേണ്ടി ഇതെല്ലാം എൻ്റെ യേശു ഏറ്റെടുത്തപ്പോൾ ഞാൻ ഫ്രീ ആയിക്കൊണ്ടേയിരുന്നു. ഞാൻ തകർന്ന് നടക്കേണ്ട ആളല്ല, ഞാൻ വിടുവിക്കപ്പെട്ട് നടക്കേണ്ട ആളാണ്. ഞാൻ ഫ്രീ ആയി നടക്കേണ്ട ആളാണ്. എന്നും കണ്ണീരിലും എന്നും ദുഃഖത്തിലുമല്ല, ഞാൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ നടക്കേണ്ട ആളാണ്. ഞാൻ കരഞ്ഞ് ദുഃഖത്തോടെ നടക്കേണ്ട ആളല്ല, ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നടക്കേണ്ട ആളാണ്. എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശു എനിക്ക് വേണ്ടി 2000 വർഷം മുമ്പ് തകർന്നു. ഇതുപോലൊരു ദിവസം എന്നെ ആനന്ദിപ്പിക്കാൻ, എനിക്ക് സമാധാനം തരാൻ, എന്നെ ആ രക്തത്താൽ വിലക്കി വാങ്ങാൻ യേശു ക്രിസ്തു ഇതുപോലെ തകർന്നു. അടുത്ത വാക്യം വായിച്ചേ. വലം കൈയിൽ ഒരു കോലും കൊടുത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി. ഇതാരാ? രാജാവിനെ ചെയ്തതാ. അപ്പോഴെല്ലാം ഞാൻ ഫ്രീ ആയിക്കൊണ്ടേയിരുന്നു. ഞാൻ ഏൽക്കേണ്ട സ്ഥാനത്ത് യേശു ഏറ്റപ്പോൾ എൻ്റെ കെട്ടിങ്ങനെ അഴിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യൻ. ഇന്നിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങൾ ഏതൊക്കെ പ്രശ്നത്തോടെയാണ് വന്നാലും ഇന്ന് ഇവിടം വിട്ടു പോകുമ്പോൾ യേശു നമ്മളെ സ്വാതന്ത്ര്യത്തെ നയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ഷീമോൻ എന്ന് പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവന്റെ ക്രൂശും ചുവപ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറേ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ
ക്രൂശിപ്പാൻ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കാ ദൈവപുത്രൻ എങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ള രക്ഷിച്ചു, തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവ് ആകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. യേശു കണ്ടോ, ശത്രുവായവന്റെ പദ്ധതി ഇതായിരുന്നു. യേശുവിനെ ക്രൂശിൽ നിന്ന് മരിച്ചു എണീറ്റ് വാടാ, ഇറങ്ങി വാടാന്നായിരുന്നു. പക്ഷേ യേശു അവന്റെ തലയെ തകർത്തിട്ട് പറഞ്ഞു, എടാ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ഒരു കൂട്ടം ആത്മാക്കൾ കണ്ടോ. ഹല്ലേലൂയ. നോക്കിയേ, യോഹന്നാൻ 19 അധ്യായം അതിൻ്റെ 30 ഒരിക്കലും മറക്കല്ലേ. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഇതുപോലൊരു ദിവസം എല്ലാ കാര്യവും നിവർത്തീകരിച്ചിട്ടാണ് യേശു പോയത്. ദൈവത്തിൻ്റെ സ്വന്തം ഇതുപോലൊരു ദിവസം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിച്ചിട്ടാണ് എല്ലാം. ഇനി അവളുടെ മേൽ നിനക്ക് തൊടാൻ ഒരു കാരണവും ഇല്ലെന്ന് സകല കാരണം അറുത്തിട്ടാണ്. നിനക്ക് എത്രക്ക് മനസ്സിലായി? പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ലെന്ന് കർത്താവ് മുഴുവൻ തീർത്ത് നിവർത്തീകരിച്ചിട്ടാണ് ആര് പോയേ? ഈ വിടുതൽ ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ്, ഇത് വിശ്വാസത്തോടെ ഞാൻ അംഗീകരിക്കുമ്പോഴാണ്, ഈ വചനം എൻ്റെ അകത്ത് ഇറങ്ങുമ്പോഴാണ്, എനിക്ക് വേണ്ടി നിവർത്തിയാക്കിയെന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് അവിടെ ആ വിടുതൽ വരുന്നത്. അങ്ങനെ ഒരു വിടുതൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ശത്രുവിന് നമ്മളെ തൊടാൻ കഴിയത്തില്ല. സ്നേഹിതരെ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. നമ്മൾ കേട്ടു, തക്ക സമയത്ത് ഉയർത്തും, ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുവീൻ. എല്ലാം നിവർത്തീകരിച്ച് യേശു പോയി എന്ന് ഉറപ്പുവരുത്തുവീൻ. യേശു മരിച്ചത് എൻ്റെ നന്മയായിരുന്നു, എൻ്റെ വിടുതലായിരുന്നു, എൻ്റെ ശാപത്തെ അഴിക്കാൻ, പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിക്കാൻ, പാപിയെ രക്ഷിക്കാൻ യേശു ഇറങ്ങി വന്നു മരിച്ചു. പറഞ്ഞേ, എന്നെ രക്ഷിക്കാൻ എൻ്റെ യേശു ഇതുപോലൊരു ദിവസം വന്നു. താൻ വീണ്ടും എഴുന്നേറ്റ് വടി ഏൽക്കുമ്പോൾ, ഓരോ ഘട്ടവും താൻ ഉപദ്രവേൽക്കുമ്പോൾ ഞാൻ കെട്ടഴിഞ്ഞ് ഫ്രീ ആയിക്കൊണ്ടേയിരുന്നു. പറഞ്ഞേ, ഞാൻ കെട്ടഴിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞു, യേശുവിലൂടെ എനിക്ക് സ്വാതന്ത്ര്യം. പറഞ്ഞേ, യേശുവിലൂടെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ക്രൂശ് മരണത്തിലൂടെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ ജീവിതത്തിനകത്ത് വിടുതലാണ്. പറഞ്ഞേ, എൻ്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതമാണ്. പറഞ്ഞു, യേശുവിൻ്റെ ക്രൂശ് മരണം എന്നെ സ്വർഗത്തിലെ പൈതലാക്കി മാറ്റി. യേശുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ പേർ അവിടെ ജീവപുസ്തകത്തിൽ എഴുതുവാൻ ഇടയായി. യേശുവിൻ്റെ ക്രൂശ് മരണം എനിക്കെതിരെയുള്ള ശത്രുവിൻ്റെ രേഖകളെ കീറുവാൻ ഇടയായി. യേശുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ രക്ഷയുടെ കാരണമായി മാറി. യേശുവിൻ്റെ ക്രൂശ് മരണം അത് അത്ഭുതമാത്രേ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. പറഞ്ഞേ, ഇതുപോലൊരു ദിവസം എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ തകർന്നു. ഞാനിനി പിശാചിൻ്റെതല്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിൻ്റെതാണ്. പറഞ്ഞേ,